നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഷാജി കടക്കൽ. ഇന്ന് ആഗസ്റ്റ് 13, 2025 ബുധൻ. വാർത്തകളിലേക്ക്. വോട്ടർ പട്ടിക ക്രമക്കേടിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിനൊരുങ്ങി കോൺഗ്രസ്. നാളെ രാത്രി 8-ന് മെഴുകുതിരി തെളിച്ച് എല്ലാ ജില്ലകളിലും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. കൂടാതെ എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും ഈ മാസം 22 മുതൽ സെപ്റ്റംബർ 7 വരെ പ്രതിഷേധ റാലികളും സംഘടിപ്പിക്കും. വോട്ട് കള്ളൻ സിംഹാസനം വിട്ടുപോകുക എന്ന ടാഗിൽ സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 15 വരെ പ്രത്യേക പ്രചരണം നടത്താനും AICC യോഗത്തിൽ തീരുമാനമായി. വോട്ടർ പട്ടികയിലെ വ്യാപക ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിച്ച രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണ പിന്തുണയുമായി കേരളത്തിലെ എഴുത്തുകാർ. രാഹുലിനെ പിന്തുണച്ചുകൊണ്ടുള്ള സംയുക്ത പ്രസ്താവന എഴുത്തുകാർ പുറത്തുവിട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ ഉത്തരവാദിത്തങ്ങൾ മറക്കുന്നുവെന്നും രാഹുൽ ഗാന്ധിയെ ഉപാധികളില്ലാതെ പിന്തുണയ്ക്കുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നു. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ MP ക്യാമ്പ് ഓഫീസിലേക്ക് CPM മാർച്ച് ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇതിനിടെ CPM പ്രവർത്തകരൊരാൾ MPയുടെ ക്യാമ്പ് ഓഫീസിലേക്കുള്ള ബോർഡിൽ കരി ഓയിൽ ഒഴിച്ച ശേഷം ബോർഡിൽ ചെരുപ്പുമാല അണിയിക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് എത്തി CPM പ്രവർത്തകനെ കസ്റ്റഡിയിലെടുത്തു. തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് ആക്രമിച്ച CPMന്റെ നടപടി അത്യന്തം അപലപനീയമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളുടെ മറവിൽ ആക്രമണം നടത്താൻ ലക്ഷ്യമെങ്കിൽ BJPക്ക് അത് അനുവദിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിനെതിരെ CPM നടത്തിയ ആക്രമണത്തിനെതിരെ തൃശൂരിൽ CPM ഓഫീസിലേക്ക് BJPയുടെ പ്രതിഷേധ പ്രകടനം. CPM ഓഫീസിന് മുന്നിലേക്ക് പന്തം കൊളുത്തി പ്രകടനമായി എത്തിയ BJP പ്രവർത്തകരെ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായി. ഇതിനിടെ CPM പ്രവർത്തകരും BJP പ്രവർത്തകർക്ക് നേരെ പ്രകടനം നടത്തി. തുടർന്ന് പ്രവർത്തകർ തമ്മിൽ കയ്യങ്കാളിയായി. ഇരുകൂട്ടരും കല്ലും കട്ടയും വലിച്ചെറിഞ്ഞു. BJP പ്രവർത്തകന്റെ തല പൊട്ടി. വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദങ്ങൾക്കിടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് തൃശൂരിൽ എത്തും. രാവിലെ 9 വന്ദേ ഭാരത് ട്രെയിനിൽ എത്തുന്ന സുരേഷ് ഗോപിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് BJP സ്വീകരണം നൽകും. സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് CPM ആക്രമിച്ചാൽ കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് നടത്തുമെന്ന് BJP അറിയിച്ചിട്ടുണ്ട്. ഗവർണറുടെ വിഭജന രീതി ദിനാചരണ സർക്കുലർ കേരളത്തിൽ നടപ്പിലാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിന്റെ മതേതര സമൂഹത്തിലേക്ക് വിഭജന രാഷ്ട്രീയം കടത്താനുള്ള ശ്രമത്തിൽ നിന്ന് ഗവർണർ പിന്മാറണമെന്നും സംസ്ഥാന സർക്കാർ അഴകൊമ്പൻ സമീപനം സ്വീകരിക്കരുതെന്നും VD സതീശൻ പറഞ്ഞു. വിഭജന ഭീതി ദിനം ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാല ആശയക്കുഴപ്പം. പരിപാടി നടത്തണമോ വേണ്ടോ എന്നുള്ളത് അതത് കോളേജുകൾക്ക് തീരുമാനിക്കാമെന്ന് കേരള സർവകലാശാല സർക്കുലർ പുറത്തിറക്കി. മുഖ്യമന്ത്രിയുടെ എതിർപ്പ് ചൂണ്ടിക്കാട്ടിയാണ് പുതിയ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് കോളേജ് വികസന സമിതി ഡയറക്ടർ കോളേജുകൾക്ക് അയക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കാലത്ത് പള്ളികൾ കയറിറങ്ങുന്നവർ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമ്പോൾ പ്രതികരിക്കുന്നില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു. ഇതെല്ലാം ക്രൈസ്തവ സമൂഹം കാണുന്നുണ്ടെന്നും ക്രൈസ്തവർ ആക്രമിക്കപ്പെടുള്ള സുരേഷ് ഗോപിയുടെ മൗനം സഭാധ്യക്ഷന്മാർ ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്നും വളരെ പ്രാധാന്യമുള്ള സമയത്തെങ്കിലും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു. ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ സ്വാതന്ത്ര്യ ദിനം വിഭജന ഭീതി ദിനമായി ആചരിക്കാൻ ഗവർണർ ആവശ്യപ്പെട്ടത് മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ലെന്നും മന്ത്രി പ്രതികരിച്ചു. 1 ലക്ഷം കോടി രൂപയുടെ ഇടപാട് നേട്ടം കൈവരിച്ച് KSFE ആദ്യമാണ് രാജ്യത്ത് സർക്കാർ നേതൃത്വത്തിലുള്ള മിസലേനിയസ് നോൺ ബാങ്കിംഗ് സ്ഥാപനം നേട്ടം കൈവരിക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനവും ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും ഇന്ന് ഉച്ചയ്ക്ക് 12 സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ധനമന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷത വഹിക്കും. KSFE ഹാർമണി ചിട്ടി ഇടപാടുകൾക്കും ഓണം സമൃദ്ധി ഗിഫ്റ്റ് കാർഡ് വിതരണങ്ങൾക്കാണ് മന്ത്രി GR അനിൽ നിർവഹിക്കും. KSFE ബ്രാൻഡ് അംബാസഡർ സൂരജ് വെഞ്ഞാർമൂട് വിശിഷ്ടാതിഥിയാകും. സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കുന്നതിന് വീണ്ടും നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. പാഠപുസ്തകങ്ങളുടെയും നോട്ട്ബുക്കുകളുടെയും ഭാരം കുറയ്ക്കാനാണ് നടപടികൾ സ്വീകരിക്കുക. ഇതിനുവേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിച്ചുകൊണ്ട് മന്ത്രി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സ്കൂളുകളിലെ ആഘോഷ ദിനങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് യൂണിഫോം നിർബന്ധമാക്കില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി. ഫേസ്ബുക്കിലൂടെയാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. തൃശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വാഗത സംഘം രൂപീകരണ യോഗത്തിലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി. വിദ്യാർത്ഥികളെ സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയോ മോശമായി പെരുമാറുകയോ ചെയ്താൽ അത്തരം ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. കുട്ടികളുടെ സംരക്ഷണത്തിനും ഉന്നമനത്തിനും സർക്കാർ മുൻഗണന നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന കേന്ദ്ര സർക്കാർ വാദം പച്ചക്കള്ളമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. കഴിഞ്ഞ 9 വർഷമായി കേരളത്തിലെ ഒരു സർക്കാർ സ്കൂൾ പോലും അടച്ചുപൂട്ടിയിട്ടില്ലെന്നും ഇത് കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. യുവമോർച്ച ഭാരവാഹി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജ്യസഭയെ പരസ്യ വിമർശനവും പരിഹാസവും നടത്തിയ 3 BJP നേതാക്കളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. OBC മോർച്ച തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വിപിൻകുമാർ, പെരുങ്കടവിള പഞ്ചായത്ത് പാർലമെന്റ് പാർട്ടി ലീഡർ SS ശ്രീരാഗ്, വിഷ്ണു കൈപ്പള്ളി എന്നിവരെയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്.
BJPയെ ബിസിനസ് ജനതാ പാർട്ടിയാക്കിയെന്നും സ്ഥാനം കിട്ടിയതായപ്പോൾ രാജിവെച്ച ചന്ദ്രശേഖറിന്റെ സംഘടനാ സ്നേഹം എല്ലാവർക്കും അറിയാമെന്നും OBC മോർച്ച തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വിപിൻകുമാർ പരിഹസിച്ചിരുന്നു. ആരോഗ്യമന്ത്രിയും മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സണും തമ്മിൽ വേദിയിൽ തർക്കം. മഞ്ചേരി ജനറൽ ആശുപത്രിയെ ചൊല്ലിയായിരുന്നു ഇരുവരും തമ്മിൽ രൂക്ഷമായ വാക്കുപോര് നടന്നത്. 2014 തന്നെ മഞ്ചേരി ജനറൽ ആശുപത്രി നഗരസഭയ്ക്ക് കൈമാറിയ ഉത്തരവുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഉത്തരവിന്റെ പകർപ്പും മന്ത്രി ഉയർത്തി കാണിച്ചു. ഡെപ്യൂട്ടി മേയർ ആദ്യം ഉദ്ഘാടനം ചെയ്ത തൃശൂർ അരിസ്റ്റോ റോഡിന്റെ ശിലാഫലകം തകർന്നു. വാഹനമിടിച്ചാണ് തകർത്തത്. ശേഷം ഫലകം അതേ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോവുകയും ചെയ്തു. ഡെപ്യൂട്ടി മേയർ ആദ്യം ഉദ്ഘാടനം നിർവഹിച്ച തൃശൂർ അരിസ്റ്റോ റോഡ് മന്ത്രി ആർ ബിന്ദു ഇന്നലെ വീണ്ടും ഉദ്ഘാടനം ചെയ്തു. മായം കലർന്നതായി സംശയമുള്ളതും തെറ്റായ വിവരങ്ങൾ നൽകി വിൽക്കുന്നതുമായ വെളിച്ചെണ്ണയും ബ്രാൻഡഡ് ഭക്ഷ്യ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പിടിച്ചെടുത്തു. ഹരിപ്പാട് തുലാപ്പുറം പ്രവർത്തിക്കുന്ന ഹരിഗീതം കോക്കനട്ട് ഓയിൽ എന്ന സ്ഥാപനത്തിൽ നിന്ന് 6500 ലിറ്റർ എണ്ണയാണ് പിടിച്ചെടുത്തത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് എണ്ണ എത്തിച്ച് കുപ്പികളിലാക്കി ചില്ലറ വിൽപ്പനയ്ക്കായി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നതിനായി എത്തിച്ചപ്പോഴാണ് പിടികൂടിയത്. കോടഞ്ചേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥികൾ ചേർന്ന് ജൂനിയർ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചു. റെയിൽവേ ജീവനക്കാരനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. കൂറഞ്ചേരി പെട്രോൾ പമ്പിന് പിൻവശത്തെ റെയിൽവേ ട്രാക്കിലാണ് റെയിൽവേ ഇലക്ട്രിക്കൽ വിഭാഗം ജീവനക്കാരനായ പട്ടാമ്പി സ്വദേശി അരുണിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റെയിൽവേ ട്രാക്കിന് അരികിലൂടെ നടന്നു പോകുമ്പോൾ ട്രെയിൻ തട്ടിയതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. സമ്മേളനത്തിന് മുമ്പ് വിഭാഗീയതയിൽ കുടുങ്ങി പത്തനംതിട്ട CPI ജില്ലാ നേതൃത്വം ജില്ലാ സമ്മേളനത്തിന് മുമ്പുള്ള ബാനർ ജാഥ റദ്ദാക്കിയിരിക്കുകയാണ്. പാർട്ടി ജില്ലാ സമ്മേളനത്തിലേക്കുള്ള ബാനർ ജാഥയാണ് റദ്ദാക്കിയത്. കൊടുവള്ളി മേൽപ്പാലം നാടിന് സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാനുള്ള 16.25 കോടി രൂപ പൂർണ്ണമായും വഹിച്ചത് സംസ്ഥാന സർക്കാരാണെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. 36.37 കോടിയുടെ പദ്ധതിയിൽ നിർമ്മാണത്തിനായി 10.06 കോടി രൂപ സംസ്ഥാന സർക്കാരും അത്ര തന്നെ തുക റെയിൽവേയുമാണ് ചെലവഴിച്ചത്. കൊടുവള്ളി മേൽപ്പാലത്തിനായി സംസ്ഥാനം ആകെ ചെലവഴിച്ചത് 26.31 കോടി രൂപയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കോതമംഗലത്തെ ഇവയുടെ ആത്മഹത്യയിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം NIA അന്വേഷണം ആവശ്യപ്പെട്ട് വിവിധ മാതാവ് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കത്തയച്ചത്. മകൾ ആത്മഹത്യ ചെയ്തത് മതപരിവർത്തന ശ്രമം മൂലമാണെന്നും മാതാവ് കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പോലീസ് കേസെടുത്തിരിക്കുന്നത് ദുർബല വകുപ്പുകൾ മാത്രം ചുമത്തിയാണെന്നും കുടുംബം ആരോപിക്കുന്നു. മുൻ MLA APV അൻവറിനെതിരായ ടെലിഫോൺ ചോർത്തൽ കേസ് അന്വേഷിക്കാൻ DIGയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു സർക്കാർ. മലപ്പുറം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറിന്റെ മേൽനോട്ടത്തിൽ അന്വേഷിക്കും. കോഴിക്കോട് സൈബർ ക്രൈം DSP ബാലചന്ദ്രനാണ് അന്വേഷണ ചുമതല. കഴിഞ്ഞ സെപ്റ്റംബർ 1 നടത്തിയ വാർത്താ സമ്മേളനത്തിൽ VU അൻവർ താൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം പലരുടെയും ഫോൺ നമ്പർ ചോർത്തിയിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിരുന്നു. കോട്ടയം മേളിലെ അറ്റകുറ്റപ്പണിയെ തുടർന്ന് സംസ്ഥാനത്ത് വരും ദിവസങ്ങൾ ട്രെയിൻ സർവീസുകളിൽ നിയന്ത്രണം. 16 മുതൽ 30 വരെയുള്ള ദിവസങ്ങൾ ട്രെയിൻ ഗതാഗതത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 5 ദിവസത്തേക്ക് ഭാഗികമായി റദ്ദാക്കി. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ലോക്സഭയിലും രാജ്യസഭയിലും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി സമർപ്പിച്ചു. കൊച്ചി തീരത്ത് അപകടത്തിൽപ്പെട്ട MSC കപ്പൽ ഉടമകൾക്ക് തിരിച്ചടി. MSC കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു കപ്പൽ തടഞ്ഞു വെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മത്സ്യബന്ധന ബോട്ട് ഉടമകൾ നൽകിയ നഷ്ടപരിഹാര ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. വൈക്കത്തിനടുത്ത് ചെമ്പിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. കാറിൽ നിന്ന് പുക വരുന്നത് കണ്ട് പുറത്തിറങ്ങിയതിനാൽ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വൈക്കം TVപുരം സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് കത്തിയത്. വിവരമറിഞ്ഞ് വൈക്കത്തു നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണക്കിയപ്പോഴേക്കും കാറിന്റെ മുൻഭാഗം ഏതാണ്ട് പൂർണ്ണമായും കത്തിയിരുന്നു. സംസ്ഥാനത്ത് കാലവർഷം ഈ മാസം 15-16 ശേഷം വീണ്ടും സജീവമാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.